BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയലോക്ക്, കോലാനി, തൊടുപുഴ. The Log Studio, Jesus Tower, മുതലക്കോടം. ഫോൺ 9947973577. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരും. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിന് കൂടുതൽ തിളക്കമാർന്ന തുടക്കമായിരിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച തൊടുപുഴ ഷോറൂമിൽ. ഗോൾഡ്, ഡയമണ്ട്, ജെംസ്റ്റോൺ തുടങ്ങിയ മനോഹരമായ ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ ഡിസൈനുകൾ, കൂടുതൽ ചോയ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടെമ്പിൾ ബൈപാസ് റോഡ്, തൊടുപുഴ. ഫോൺ 04862222916. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ഗവൺമെന്റ് ജോലിയോ വിദേശത്ത് മികച്ച കരിയറോ സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ശരിയായ വഴി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് അവൈലബിൾ. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്, നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ്, ഷക്കീന കോംപ്ലക്സ്, തൊടുപുഴ. നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പാർലമെന്റിനകത്തും പുറത്തും ഇനിയും നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. കേരളത്തിലെ സമഗ്ര വളർച്ചയ്ക്ക് മുൻ മുഖ്യമന്ത്രി കൂടിയായ VS അച്യുതാനന്ദൻ നൽകിയ സംഭാവനകൾ ജനങ്ങൾ എക്കാലവും സ്മരിക്കുമെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഡൽഹി സമരത്തിൽ പങ്കാളിയായ രാഹുൽ ഗാന്ധിയെ MP-മാരെ ആക്രമിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് KSU തൊടുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധം സംസ്ഥാന ജനറൽ സെക്രട്ടറി സെബാസ്റ്റ്യൻ ജോയ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ പോലീസ് സ്റ്റേഷൻ, മിനി സിവിൽ സ്റ്റേഷൻ, നഗരസഭ എന്നിവ ഉൾപ്പെടുന്ന നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കാലങ്ങളായി പ്രവർത്തനരഹിതമായി നശിച്ചു കിടക്കുകയാണ് നിരീക്ഷണ ക്യാമറകൾ. ലഹരി മാഫിയക്കെതിരെ തൂഫാൻ പദ്ധതി ശക്തമായി മുന്നേറുന്ന സമയത്തുമാണ് ഇത്തരം ദുരവസ്ഥ. മന്ത്രിയായ ശേഷം ആദ്യമായി ജന്മനാടായ കണ്ണൂർ ജില്ലയിലെ ഉദയഗിരിയിലെത്തിയ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണിന് ഉദയഗിരി ഗ്രാമപഞ്ചായത്തും പ്രത്യേക UP സ്കൂളും സംയുക്തമായി സ്വീകരണം നൽകി. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പാർലമെന്റിനകത്തും പുറത്തും ഇനിയും നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ പങ്കെടുത്ത ഡീൻ കുര്യാക്കോസിനെ ഉൾപ്പെടെ 12 MP-മാരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസ് ഏറെ നേരം തങ്ങളെ കസ്റ്റഡിയിൽ വെച്ചതായി MP ആരോപിച്ചു. പ്രിയപ്പെട്ടവരെ, നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ഉച്ചയ്ക്ക് ശേഷം ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിക്കൊപ്പം ആരംഭിച്ചതായ സമരത്തെ ഏത് രീതിയിലാണ് പോലീസ് അതിക്രമിച്ച് ഇല്ലാതെയാക്കാൻ ശ്രമിച്ചത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ 12ഓളം MP-മാർ ഡൽഹിയിലെ കിങ്സ് വേ പോലീസ് ക്യാമ്പിലാണ് ഈ സമയം വരെയും തുടരുന്നത്. ഇപ്പോൾ മാത്രമാണ് ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാരെ വിട്ടയച്ചിട്ടുള്ളത്. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരായിട്ടുള്ള പ്രതിഷേധം അതിശക്തമായ നിലയിൽ തന്നെ ഞങ്ങൾ തുടരും. വരുന്ന ദിവസവും പാർലമെന്റിനകത്തും പുറത്തും
ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് എംപിമാർ മുന്നോട്ട് പോകും എന്ന് ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ രാജ്യത്തെ മുഴുവൻ ചെറുപ്പക്കാരും അണിനിരക്കുന്നതായ ഈ സമരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും വലിയ പിന്തുണയുണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി. കേരളത്തിലെ സമഗ്ര വളർച്ചയ്ക്ക് മുൻ മുഖ്യമന്ത്രി കൂടിയായ VS അച്യുതാനന്ദൻ നൽകിയ സംഭാവനകൾ ജനങ്ങൾ എക്കാലവും സ്മരിക്കുമെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. VS ഒന്നാം ചരമവാർഷികാനുസ്മരണം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘപരിവാർ നയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ വർഗീയതയെ എക്കാലവും എതിർത്തയാളാണ് VS. എന്നാൽ കേരളത്തിലെ UDF സർക്കാർ ഇതേ ആശയങ്ങൾ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യം നികുതി കുറിച്ച് വിൽക്കാനും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരികൾ വിറ്റഴിക്കാനും UDF അവസരമൊരുക്കുന്നു. LDF സർക്കാരിന് കീഴിൽ ലോകോത്തര ശ്രദ്ധ പിടിച്ചുപറ്റിയ ആരോഗ്യ മേഖലയെ UDF സർക്കാർ തകിടം മറിക്കുകയാണ്. ഗവൺമെന്റ് ആശുപത്രികളിൽ സാധാരണക്കാരായ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും DYFI നടത്തിവരുന്ന പൊതിച്ചോർ വിതരണം അട്ടിമറിക്കാനാണ് മന്ത്രിയും കൂട്ടരും ശ്രമിക്കുന്നതെന്നും CV വർഗീസ് പറഞ്ഞു. തുടർച്ചയായി വൈദ്യുതി മുടക്കിയും ജനത്തെ ബുദ്ധിമുട്ടിക്കുന്നു. 10 വർഷക്കാലം LDF സർക്കാർ നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കാനാണ് നീക്കം നടത്തുന്നതെന്നും CV വർഗീസ് പറഞ്ഞു. ആരാ പറയുന്നത്? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം ആക്ഷേപിച്ചുകൊണ്ട് PD സതീശൻ പറയുന്നു, ഞങ്ങളാണ് യഥാർത്ഥമായ ഇടതുപക്ഷം, ഞങ്ങളാണ് യഥാർത്ഥമായ ഇടതുപക്ഷം. ഈ കേരളത്തിലൊരു ഇടതുപക്ഷ മനസ്സുണ്ടാക്കിയത് ആരാണ്? നവോത്ഥാന പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന മനുഷ്യന്റെ മനസ്സിലേക്ക് നവോത്ഥാന ബോധത്തെ രാഷ്ട്രീയ ബോധമാക്കി, ആ രാഷ്ട്രീയ ബോധത്തെ വർഗബോധമാക്കി, ആ വർഗബോധത്തെ സമരായുധമാക്കി മാറ്റി, ആ സമരായുധമാക്കി മാറ്റിയപ്പോഴാണ് 1957 ഐക്യകേരളം രൂപപ്പെടുത്തി. ഐക്യകേരളത്തിന്റെ ഭാഗമായി ആദ്യമായി ബാലറ്റ് യുദ്ധത്തിലൂടെ ലോകത്തിലെ ചരിത്രത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വലിയ ചുടുകാടിൽ ഇന്ന് വൈകുന്നേരം ഇതേ സമയത്ത് 10,000-കണക്കായ ആളുകൾ സാക്ഷി നിർത്തിക്കൊണ്ട് താൻ നടത്തിയ പോരാട്ടത്തിന്റെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന ആ വലിയ ചുടുകാടില് അനശ്വരനായ രക്തസാക്ഷി ഓർമ്മയിലേക്ക് സഖാ VSന്റെ ആ ഓർമ്മകൾ നിൽക്കുമ്പോ ഞങ്ങൾ ഈ സന്ദർഭത്തെ പ്രഖ്യാപിക്കുന്നു. ഏത് ശക്തികൾ വന്നാലും, ഏതെല്ലാം ശക്തികൾ കടന്നു വന്നാലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ശക്തിക്ക് കഴിയില്ല എന്നുള്ള ആ ചരിത്രപരമായ യാഥാർത്ഥ്യത്തിലേക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നു വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നേരെ, ഞാൻ സൂചിപ്പിച്ചത്, ഞങ്ങൾക്ക് നേരെ ആക്ഷേപമുണ്ടായാൽ, ഞങ്ങൾക്ക് നേരെ പ്രതിഷേധമുണ്ടായാൽ ആ പ്രതിഷേധത്തിന് മുമ്പിൽ ഞങ്ങൾ തകരുന്നില്ല. ജില്ലാ കമ്മിറ്റി അംഗം VR സജി അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MC ബിജു, PB ഷാജി, ടോമി ജോർജ്, KP സുമോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പുളിയന്മല ലോക്കൽ സെക്രട്ടറി KA മണി സ്വന്തമായി എഴുതിയ VS എന്ന കവിത ആലപിച്ചു. ഇടുക്കി കവലയിൽ നിന്നും ആരംഭിച്ച അനുസ്മരണ റാലിയിൽ തൊഴിലാളികൾ, കർഷകർ, വിവിധ സംഘടനാ പ്രവർത്തകർ തുടങ്ങി 100-കണക്കിന് ആളുകൾ അണിനിരന്നു. രാവിലെ പാർട്ടി ഓഫീസുകൾ അലങ്കരിച്ചും ബ്രാഞ്ച് കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ പതാക ഉയർത്തിയും പുഷ്പാർച്ചന നടത്തിയും സ്മരണ പുതുക്കി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഡൽഹി സമരത്തിൽ പങ്കാളിയായ രാഹുൽ ഗാന്ധിയെ MPമാരെ ആക്രമിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് KSU തൊടുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നടത്തിയ പ്രതിഷേധം സംസ്ഥാന ജനറൽ സെക്രട്ടറി സെബാസ്റ്റ്യൻ ജോയി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസ് അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥി സമൂഹത്തെ തെരുവിൽ വലിച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ കേന്ദ്ര സേന നടത്തിയ അക്രമങ്ങൾക്കെതിരെ KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനും യോഗത്തിനും ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സെബാസ്റ്റ്യൻ ജോയ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി ജോസുകുട്ടി ജോസഫ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ്, KSU ജില്ലാ സെക്രട്ടറിമാരായ ജോർജ് അഗസ്റ്റിൻ, നിഖിൽ ചോപ്ര, അജു റോബർട്ട്, ഗൗതം റെജി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോസിൻ തോമസ്, നാസർ പാലമോടൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ പോലീസ് സ്റ്റേഷൻ, മിനി സിവിൽ സ്റ്റേഷൻ, നഗരസഭ എന്നിവ ഉൾപ്പെടുന്ന നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കാലങ്ങളായി പ്രവർത്തനരഹിതമായി നശിച്ചു കിടക്കുന്ന നിരീക്ഷണ ക്യാമറകൾ. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തെളിവിനായി നിരീക്ഷണ ക്യാമറകളാണ് ആശ്രയം. ലഹരി മാഫിയക്കെതിരെ തൂഫാൻ പദ്ധതി ശക്തമായി മുന്നേറുന്ന സമയത്താണ് ഇത്തരം ദുരവസ്ഥ. തൊടുപുഴയും പരിസര പ്രദേശങ്ങളും കുറ്റവാളികളുടെ സുരക്ഷിത താവളമാകുന്നു. ക്യാമറകളുടെ അഭാവം മൂലം മോഷണം, വാഹന അപകടങ്ങൾ, ലഹരി ഇടപാടുകൾ, സംഘർഷങ്ങൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ എന്നിങ്ങനെയുള്ള കേസുകളിൽ പോലും പ്രതികളെ കണ്ടെത്താനാകാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. ക്യാമറകൾ കണ്ണടച്ചതോടെ സംഭവങ്ങളുണ്ടായാൽ വ്യാപാരികളുടെ സ്വകാര്യ ക്യാമറകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്.
നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെല്ലാം ആധുനിക AI ക്യാമറകളും നിരീക്ഷണ സംവിധാനങ്ങളും അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നും ഡിജിറ്റൽ തെളിവുകൾ ശാസ്ത്രീയമായി ശേഖരിക്കാൻ പോലീസ് തയ്യാറാകണമെന്നുമാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മന്ത്രിയായ ശേഷം ആദ്യമായി ജന്മനാടായ കണ്ണൂർ ജില്ലയിലെ ഉദയഗിരിയിൽ എത്തിയ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിന് ഉദയഗിരി ഗ്രാമപഞ്ചായത്തും പ്രത്യാശ UP സ്കൂളും സംയുക്തമായി സ്വീകരണം നൽകി. ഉദയഗിരി സെന്റ് മേരീസ് ചർച്ച് പാരീഷ് ഹാളിൽ നടന്ന യോഗം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഉദയഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ആലുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. മന്ത്രിയായ ശേഷം ആദ്യമായി ജന്മനാടായ കണ്ണൂർ ജില്ലയിലെ ഉദയഗിരിയിലെത്തിയ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിന് ഉദയഗിരി ഗ്രാമപഞ്ചായത്തും പ്രത്യാശ UP സ്കൂളും സംയുക്തമായി പൗരസ്വീകരണം നൽകി. ഉദയഗിരി സെന്റ് മേരീസ് ചർച്ച് പാരീഷ് ഹാളിൽ നടന്ന യോഗത്തിൽ താൻ 10ാം ക്ലാസ് പഠനം വരെ ജീവിച്ച താബോർ എന്ന മലയോര നാട്ടിലെ നാളുകൾ മന്ത്രി ഓർത്തെടുത്തു. 5, 6, 7 ക്ലാസുകൾ പഠിച്ച പ്രത്യാശ സ്കൂളിലേക്കും തിരിച്ചും വീട്ടിൽ നിന്നും നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അന്ന് റോഡില്ല. നടപടി പിന്നിട്ടാൽ കല്ലിലും മണ്ണിലും ചവിട്ടിയുള്ള യാത്ര. അന്നത്തെ മലയോര കർഷക കുടുംബത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് നേരിടേണ്ട എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ടെന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന ചിന്ത പകർന്നു നൽകിയത് മാതാപിതാക്കളും അന്നത്തെ അധ്യാപകരുമാണെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ മനസ്സിൽ നമുക്ക് എവിടെയെങ്കിലും എത്തിച്ചേരണം എന്ന ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഞാൻ അപ്പുറത്തെ സ്കൂളിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ പത്രം വായിക്കുകയും രാഷ്ട്രീയത്തോടും ഭരണ സംവിധാനത്തോടും ഒക്കെ താല്പര്യം തോന്നുകയും ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. അങ്ങനെ കാരണം ഞാൻ പത്രം കിട്ടിയാൽ ഏറ്റവും ആദ്യം ഫ്രണ്ട് പേജിലുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകളൊക്കെ വായിക്കും. പിന്നെ വായിക്കുന്നത് ബാക്കിലെ സ്പോർട്സ് പേജാണ്, സ്പോർട്സിനോടുള്ള താല്പര്യം കൊണ്ട്. ഇപ്പോൾ വേൾഡ് കപ്പ് ഫുട്ബോൾ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങളൊക്കെ വേൾഡ് കപ്പിനോട് നമുക്കല്ലെങ്കിൽ ഫുട്ബോളിനോടൊക്കെ താല്പര്യം തോന്നിയത് അന്ന് TV യിൽ കണ്ടിട്ടല്ല, പത്രത്തിൽ വായിച്ചിട്ടാണ്. അന്ന് പത്രത്തിൽ വായിച്ച് നമുക്ക് ഇതൊക്കെ ഫോളോ ചെയ്യാനായിട്ടുള്ള മാർഗ്ഗങ്ങളുള്ളൂ. ഞങ്ങൾക്ക് വീട്ടിൽ കറണ്ട് കിട്ടുന്ന എനിക്കുള്ള ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെങ്ങാണ്ടാണ് 8ലോ 9ലോ പഠിക്കുന്ന സമയത്താണ് വീട്ടിൽ കറണ്ട് കിട്ടിയിട്ടുള്ളൂ. അതിനു മുമ്പ് ഞങ്ങൾക്കൊക്കെ ഈ മണ്ണെണ്ണ വിളക്കും മെഴുകുതിരിയും ഒക്കെ ആയിരുന്നു ആശ്രയം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും രാഷ്ട്രീയത്തോടും ഒക്കെ താല്പര്യം തോന്നി. പിന്നീട് ഞാൻ 10ാം ക്ലാസ് പഠനത്തിന് ശേഷമാണ് ഉന്നത വിദ്യാഭ്യാസം പ്രീ ഡിഗ്രി പഠിക്കുവാനായിട്ട് എറണാകുളത്തേക്ക് പോയത്. 4 വരെ താബോർ സ്കൂളിൽ പഠിച്ച മന്ത്രി റോജിയുടെ ഹൈസ്കൂൾ പഠനകാലം തിരുമേനി സ്കൂളിലായിരുന്നു. പ്രീ ഡിഗ്രി മുതലാണ് എറണാകുളത്തേക്ക് മാറിയത്. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA യോഗം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം ഒരിക്കലും ആരോടും ചോദിച്ചിരുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ വകുപ്പാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. നമ്മെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ മന്ത്രിസ്ഥാനം തീർച്ചയായിട്ടും അദ്ദേഹം അത് അലങ്കാരമായി കാണാതെ നാടിനു വേണ്ടി, കേരളത്തിന് വേണ്ടി നമ്മുടെ കുട്ടികൾ വല്ലാതെ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ഈ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച പഠനവും പഠന സൗകര്യവും ജോലിയുമെല്ലാം ഉറപ്പുവരുത്തുന്ന ഒരു നല്ലൊരു കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ്. ഉദയഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ആലുമൂട്ടിൽ അധ്യക്ഷയായി. തലശ്ശേരി എഡ്യൂക്കേഷണൽ സൊസൈറ്റി കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ സോണി വടശ്ശേരിയിൽ മുഖ്യപ്രഭാഷണവും സ്കൂൾ മാനേജർ ഫാദർ സേവ്യർ പുത്തൻപുരയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ചടങ്ങിൽ തന്നെ പഠിപ്പിച്ച അധ്യാപകരെ മന്ത്രി പൊന്നാടി അണിയിച്ച് ആദരിച്ചു. പെരുമ്പള്ളിച്ചിറ സെന്റ് ജോസഫ് UP സ്കൂളിൽ വിദ്യാരംഭം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു. സിനിമാ താരം പ്രബീഷ് പ്രഭാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ ജോൺ ചാരതാളിന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഹെഡ്മാസ്റ്റർ ജോബിൻ ജോസഫ് സ്വാഗതം ആശംസിച്ചു. PTA പ്രസിഡന്റ് മുഹമ്മദ് അലി, MPTA പ്രസിഡന്റ് നിഷ ഷമീർ എന്നിവർ പ്രസംഗിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികത്തിൽ സ്നേഹവും കരുതലുമായി അടിമാലി മച്ചിപ്ലാവ് സെന്റ് ഫ്രാൻസിസ് റീഹാബിലിറ്റേഷൻ കേന്ദ്രമായ സ്നേഹതീരം അന്തേവാസികൾക്കൊപ്പം സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി സ്നേഹവിരുന്ന് ശ്രദ്ധേയമായി. സിനോജ് അടിമാലി നേതൃത്വം നൽകിയ പരിപാടി KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ മുത്തലീബ് ഉദ്ഘാടനം ചെയ്തു. സിനോജ് അടിമാലി അധ്യക്ഷത വഹിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികത്തിൽ സ്നേഹവും കരുതലുമായാണ് അടിമാലി മച്ചിപ്ലാവ് സെന്റ് ഫ്രാൻസിസ് റീഹാബിലിറ്റേഷൻ കേന്ദ്രമായ സ്നേഹതീരം അന്തേവാസികൾക്കൊപ്പം അനുസ്മരണ പരിപാടിയും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചത്. സിനോജ് അടിമാലി അധ്യക്ഷത വഹിച്ച ചടങ്ങ് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ മുത്തലീബ് ഉദ്ഘാടനം ചെയ്തു. ഈ എല്ലാ സഹപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ജനങ്ങളുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം കാണുന്നതിനു വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് അദ്ദേഹം പറഞ്ഞു. രോഗികളെയും അശരണരെയും സഹായിക്കുന്നതിന് ഏതറ്റവും വരെയും പോയിരുന്ന മഹത് വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്നും ആ ദീപ്ത സ്മരണകൾ മലയാളികൾ എക്കാലവും ഓർമ്മിക്കുമെന്നും അബ്ദുൾ മുത്തലിബ് കൂട്ടിച്ചേർത്തു.
ദേവികുളം MLA F. രാജ മുഖ്യാതിഥിയായിരുന്നു. ജനമനസ്സുകളിൽ ഉമ്മൻചാണ്ടി മായാതെ നിലനിൽക്കുന്നതിന്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ഫാദർ KP മത്തായി കുളങ്ങരക്കൊടി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ അന്തേവാസികൾക്കുള്ള വിവിധ ഉപകരണങ്ങളുടെയും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും വിതരണം നിർവഹിച്ചു. പരിപാടിയിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK മോഹനൻ നായർ മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ MJ ബാബുവിനെ ആദരിച്ചു. കോൺഗ്രസ് നേതാക്കളും ജനപ്രതിനിധികളുമായ ഹാപ്പി K. വർഗീസ്, മാക്സിൻ ആന്റണി, MM ബേബി മുണ്ടുപ്ലാക്കൽ, KP അസീസ്, CS നാസർ, ഉഷ രാമകൃഷ്ണൻ, അടിമാലി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി മോബി പ്രസ്റ്റീജ്, ഏലിയാസ് മച്ചിപ്ലാവ്, ബേസിൽ M. ബേബി, ഷിബു, KJ സാബു, സെന്റ് ഫ്രാൻസിസ് റീഹാബിലിറ്റേഷൻ സെന്റർ മദർ സുപ്പീരിയർ സിസ്റ്റർ റിൻസി, സിസ്റ്റർമാരായ ജെയ്നി, നവീന, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്. ഗവൺമെന്റ് ജോലിയോ വിദേശത്ത് മികച്ച കരിയറോ സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ശരിയായ വഴി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്. ഒരേ സ്ഥലത്ത് പഠിക്കാം. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, PSC കോച്ചിംഗ്, ജർമ്മൻ ലാംഗ്വേജ്, സ്പോക്കൺ ഇംഗ്ലീഷ്, 4 കോഴ്സുകൾ ഒരു കോഴ്സിന്റെ ഫീസിൽ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രായോഗിക പരിശീലനവും കരിയർ ഗൈഡൻസും ഉൾപ്പെട്ട ജോബ് ഓറിയന്റഡ് ട്രെയിനിങ്. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ആദ്യ ചുവട് ഇന്ന് തന്നെ തുടങ്ങും. Your dream, our mission. Build your future with us. DM now. Online and offline classes available. Global Institute of Abroad Studies, near Head Post Office, Shakina Complex, Todupuzha. അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിന് കൂടുതൽ തിളക്കമാർന്ന തുടക്കമായിരിക്കുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച തൊടുപുഴ ഷോറൂമിൽ ഗോൾഡ്, ഡയമണ്ട്, ജെംസ്റ്റോൺ തുടങ്ങിയ മനോഹരമായ ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഡെയിലി വെയർ ആഭരണങ്ങളുടെ ആകർഷകമായ കളക്ഷനോടൊപ്പം മനോഹരമായ ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് സെറ്റുകളും. അനുഭവിച്ചറിയൂ ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭൂതി. കൂടുതൽ ഡിസൈനുകൾ, കൂടുതൽ ചോയ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടെമ്പിൾ ബൈപാസ് റോഡ്, തൊടുപുഴ. ഫോൺ 04862 222 916. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം. NBA, NAC അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, ബിടെക് കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. റോയൽ ലോക്ക് ഫർണിച്ചർ ബ്രാൻഡ് ഇപ്പോൾ തൊടുപുഴയിലും. അത്യാകർഷകമായ അമേരിക്കൻ, ഇറ്റാലിയൻ, മലേഷ്യൻ ഡിസൈൻ സോഫകൾ, റിക്ലൈനർ സോഫകൾ, മാർബിൾ ഡൈനിങ് ടേബിളുകൾ, ബെഡുകൾ, ഓഫീസ് ടേബിളുകൾ എല്ലാം ഇപ്പോൾ തൊടുപുഴ കോലാനിയിലുള്ള റോയൽ ലോക്കിൽ ലഭ്യമാണ്. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയൽ ലോക്ക് കോലാനി, തൊടുപുഴ. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. ഇതെന്താ കുഞ്ഞേ സംഭവം? ജോർജേട്ടാ, കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു. ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു. മോളുടെ അപ്പയമ്മ എന്തിയേ? കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരൂ. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. 1/4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ.
ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ, വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന്, സ്വപ്നത്തിന് ഒരു സമ്മാനം എന്ന പോലെ ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. പിന്നീട് ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. ഓട്ടോ വീട്ടിൽ കയറി കത്തിച്ചത് 3-ാം പ്രാവശ്യം. രാജാക്കാടിന് സമീപം കൊച്ചുമുല്ലക്കാനത്താണ് സംഭവം. ഓട്ടോ ഓടിച്ച് ജീവിതം പുലർത്തുന്ന ചൂഴിക്കരയിൽ രാജേഷിന്റെ ഓട്ടോയാണ് അജ്ഞാതർ രാത്രിയിൽ അഗ്നിക്കിരയാക്കിയത്. രാജാക്കാടിന് സമീപം കൊച്ചുമുല്ലക്കാനത്ത് ഓട്ടോ ഓടിച്ച് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് ചൂഴിക്കരയിൽ രാജേഷിന്റെ സ്വന്തം ഓട്ടോ അജ്ഞാതർ രാത്രിയിൽ അഗ്നിക്കിരയാക്കിയത്. സ്വന്തം വീട്ടിൽ വാഹനം എത്താൻ കഴിയാത്തതിനാൽ അടുത്തുള്ള വീട്ടുമുറ്റത്താണ് ഓട്ടോറിക്ഷ ഇടുന്നത്. പതിവ് പോലെ വീട്ടിലെത്തിയ രാജേഷ് 2024 നവംബർ 14-ാം തീയതി രാത്രി 9 മണിയോടെ തന്റെ ഓട്ടോറിക്ഷയ്ക്ക് തീയിട്ടു എന്നറിയുന്നു. പിന്നീട് രാജാക്കാട് പോലീസിന്റെ നിർദ്ദേശത്തോടെ CCTV വെച്ചു. 2025 ഓഗസ്റ്റ് 13-ന് അർദ്ധരാത്രി അജ്ഞാതൻ വീണ്ടും എത്തി വൈദ്യുതി ബന്ധം ഇല്ലാതാക്കി വീണ്ടും ഓട്ടോയ്ക്ക് തീയിട്ടു. പതിവ് പോലെ വീണ്ടും രാജാക്കാട് പോലീസ് എത്തി CCTV നോക്കിയപ്പോൾ ആളെ വ്യക്തമല്ല. സോളാർ ക്യാമറ വെക്കാൻ വീണ്ടും പോലീസിന്റെ നിർദ്ദേശം. വീണ്ടും ക്യാമറ വെച്ചു. ഇതുകൊണ്ടും തീർന്നില്ല. അജ്ഞാതൻ വീണ്ടും കാത്തിരുന്നു. 2025 ഡിസംബർ 17-ന് എത്തി രാത്രി 1 മണിയോടെ വീണ്ടും തീയിട്ടു. വിവരമറിഞ്ഞ് രാജാക്കാട് പോലീസ് എത്തി. ഈ തവണ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പിന്നെ ഫോറൻസിക് വിദഗ്ധരും എത്തി പരിശോധന നടത്തി. തുടർന്ന് ബൈ പറഞ്ഞു പോയതല്ലാതെ ഈ സംഭവത്തെക്കുറിച്ച് യാതൊരു വ്യക്തമായ വിവരവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. 3-ാം തവണ തീയിട്ടപ്പോൾ മുതൽ രാജാക്കാട് പോലീസ് സ്റ്റേഷനിലാണ് രാജേഷിന്റെ ഓട്ടോറിക്ഷ ഇടുന്നത്. 3-ാമത്തെ തീയിടലിൽ കൊടിയും ചൂടി കോട്ടിട്ടെത്തിയ ആളെ കൃത്യമായി കാണാം. തെളിവുകൾ സഹിതമുണ്ടായിട്ടും രാജാക്കാട് CIയുടെ നേതൃത്വത്തിൽ രാജാക്കാട് പോലീസിന്റെ അന്വേഷണം എങ്ങും എത്തുന്നില്ല എന്ന ആരോപണം. ഈ അന്വേഷണം ഇല്ലാതാക്കാൻ ആരുടെയെങ്കിലും ഇടപെടലുണ്ടോ എന്ന സംശയമുണ്ട് രാജേഷിന്. രാജേഷും ഭാര്യയും അമ്മയും അടങ്ങുന്ന കുടുംബം മാനസിക ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. ജീവനും സ്വത്തിനും ഭീഷണിയാണ് ഈ സംഭവങ്ങൾ. കൂടാതെ പ്രദേശത്ത് അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ പ്രദേശവാസികളും ആശങ്കയിലാണ്. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. ഫിഫ വേൾഡ് കപ്പിൽ സ്പെയിനിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കുമ്പങ്കല്ല് സിറ്റിയിൽ പായസ വിതരണം നടത്തി. സ്പെയിൻ ടീമിന്റെ ആരാധകരായ ഹവീസ, റിയാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പായസ വിതരണം നടത്തിയത്. ബ്രസീൽ ആരാധകനായ VS ഷമീർ അധ്യക്ഷത വഹിച്ചു. നാട്ടിലെ മുഴുവൻ കായിക പ്രേമികളും പങ്കെടുത്തു. പരിപാടി കോർഡിനേറ്റ് ചെയ്ത ജർമ്മൻ ആരാധകനായ മാഹിൻ ഇബ്രാഹിം നന്ദി അറിയിച്ചു. നമ്മൾ ആരെയും മാറ്റി നിർത്തുന്നില്ല. അർജന്റീന ഫാൻസുകാരും എല്ലാം എല്ലാ ഫാൻസുകാരും ഉണ്ടാവണം. സ്പെയിന്റെ 2 ഫാൻസുകാർ മാത്രമുള്ള കുടുംബങ്ങളിൽ അവർ രണ്ടുപേരും ചേർന്നാണ് നമുക്ക് ഈ പായസ വിതരണം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുഴുവൻ ഫുട്ബോൾ ആസ്വാദകരും മുഴുവൻ ഫാൻസുകാരും എത്തിച്ചേരണം. Argentina.
അതിർത്തി മേഖലയായ കുമിളി റോസാപ്പൂ കണ്ടത്ത് വൻ നിരോധിത പുകയില വേട്ട. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ നിർത്തിയിട്ടുന്ന ട്രാവൽ വാഹനത്തിൽ നിന്നും 30 ചാക്കിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കായുള്ള അന്വേഷണം എക്സൈസ് സംഘം ഊർജിതമാക്കിയിട്ടുണ്ട്. അതിർത്തി മേഖലയായ കുമളി റോസാപ്പൂ കണ്ടത്ത് വൻ നിരോധിത പുകയില വേട്ട. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ നിർത്തിയിട്ടിരുന്ന ട്രാവലർ വാഹനത്തിൽ നിന്നും 30 ചാക്കിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഹാൻസ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. റോസാപ്പൂ കണ്ണം ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പുകയില ശേഖരം. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണത്തിനായി എത്തിച്ചതാണ് ഇവയെന്നാണ് പ്രാഥമിക നിഗമനം. ഈ സ്ഥലം ലീസിന് കൊടുത്തിരിക്കുന്നതും ഒരു വർക്ക്ഷോപ്പുകാരനാണ് എടുത്തിരിക്കുന്നത്. അയാൾക്ക് ഇതിനെക്കുറിച്ച് വിവരമില്ല എന്ന് പറയുന്നു. വണ്ടി ഇവിടെ കാലങ്ങളായിട്ട് ഒതുക്കിയിട്ടേക്കുന്നതാണ്. ആയതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നു വരികയാണ്. അയാളെ കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. കൂളിൻ്റെ 100 പാക്കറ്റാണ്. 57.710 കിലോഗ്രാം കൂളെന്ന് പറഞ്ഞ ലഹരി വസ്തുവും ഗണേശ് എന്ന് പറയുന്നത് 495 കിലോയാണ്. 33,000 പാക്കറ്റാണ് ഗണേശ്. ടോട്ടല് 546.71 കിലോഗ്രാമാണ്. എത്ര രൂപയുടെ നിരോധിത ഉൽപ്പന്നം വസ്തു നല്ലുണ്ടോ? 35-40 ലക്ഷം രൂപയുടെ അടുത്ത് വരും റീറ്റെയിൽ വിൽക്കുമ്പോൾ. ഓരോ സമയത്ത് ഓരോ രീതിക്കാണ് ഇവർ വിൽക്കുന്നത്. ആവശ്യക്കാരുടെ അനുസരിച്ച് ഓരോ പാക്കറ്റിന് വില കൂട്ടിയാണ് ഇവർ വിൽക്കുന്നത്. ഒരു 35-40 ലക്ഷം രൂപ അടുത്ത് വില വരുന്ന ലഹരി വസ്തുക്കളാണിത്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കായുള്ള അന്വേഷണം എക്സൈസ് സംഘം ഊർജിതമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും അതിർത്തി മേഖലകളിൽ കർശന പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ആലക്കോട് വെള്ളിയാമറ്റം പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന തൊടുപുഴ വെള്ളിയാമറ്റം റൂട്ടിലെ റോഡിനോടനുബന്ധിച്ചുള്ള കലിങ്കിലെ ബ്ലോക്ക് മാറ്റി എത്രയും വേഗം സുഗമമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭാ ചീഫ് അബു ജോൺ ജോസഫ് MLA നിവേദനം നൽകി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജനറൽ സെക്രട്ടറി K ജബ്ബാർ, ആലക്കോട് യൂണിറ്റ് പ്രസിഡന്റ് EM ഷാജി എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. റോഡിനോടനുബന്ധിച്ചുള്ള മുഴുവൻ കലുങ്കുകളും പരിപൂർണമായും മണ്ണും കല്ലും അടിഞ്ഞുകൂടിയ ബ്ലോക്കായ നിലയിലാണ്. മഴക്കാലമായതോടെ ശക്തമായ മഴവെള്ളപ്പാച്ചിൽ റോഡിലേക്ക് മണ്ണും മണലും കയറി 2 വീലർ യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ അപകടങ്ങളിൽപ്പെടുന്നത് പതിവായി. കഴിഞ്ഞ ഏതാനും നാളുകളായി PWD ഉൾപ്പെടെയുള്ള തലങ്ങളിൽ പരാതി നൽകിയിട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നിവേദനം കൈമാറിയത്. ദീപിക മുൻ ഇടുക്കി ബ്യൂറോ ചീഫ്, വണ്ടമറ്റം പന്തക്കൽ ജെയിംസ് ജോർജ് റോസ്ലിൻ ദമ്പതികളുടെ മകൻ ജിം ജെയിംസും, കോതമംഗലം മനയത്തുമാരിയിൽ തോമസ് മാത്യു മേരി ദമ്പതികളുടെ മകൾ മെറീനും തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഫെറോന പള്ളിയിൽ വിവാഹിതരായി. A melody that bends to match our will, and now we stand where time can't fade, a love that's built, not just made, forever starts today. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഓടി നടന്ന ഉദ്ഘാടന മാമാങ്കം നടത്തി. പക്ഷെ ജനത്തിന് ഇപ്പോഴും ഉപകാരപ്പെട്ടിട്ടില്ല. തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റ് ബ്ലോക്കാണ് ഒരു ഗുണവുമില്ലാതെ തലയുയർത്തി നിൽക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടി ഉദ്ഘാടനം നടത്തുകയും ഉടനെ തുറന്നു നൽകുമെന്നും പ്രഖ്യാപിച്ച ടോയ്ലറ്റ് സമുച്ചയമാണ് 6 മാസം കഴിഞ്ഞിട്ടും തുറന്നു നൽകാത്തത്. ആരും സമുച്ചയത്തിൽ കയറാതിരിക്കാൻ വേലി കെട്ടിയിരിക്കുകയാണ്. നഗരസഭയിൽ തുടർഭരണം ലഭിച്ചിട്ടും ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റ് സമുച്ചയം തുറന്നു നൽകാതെ ഇത്തരത്തിൽ വേലി കെട്ടി അടച്ചുകെട്ടിയതിൽ പ്രതിഷേധം ഉയരുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാർലമെന്റിനകത്തും പുറത്തും ഇനിയും നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. കേരളത്തിലെ സമഗ്ര വളർച്ചയ്ക്ക് മുൻ മുഖ്യമന്ത്രി കൂടിയായ VS അച്യുതാനന്ദൻ നൽകിയ സംഭാവനകൾ ജനങ്ങൾ എക്കാലവും സ്മരിക്കുമെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഡൽഹി സമരത്തിൽ പങ്കാളിയായ രാഹുൽ ഗാന്ധിയെ MPമാരെ ആക്രമിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് KSU തൊടുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധം സംസ്ഥാന ജനറൽ സെക്രട്ടറി സെബാസ്റ്റ്യൻ ജോയ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ പോലീസ് സ്റ്റേഷൻ, മിനി സിവിൽ സ്റ്റേഷൻ, നഗരസഭ എന്നിവ ഉൾപ്പെടുന്ന നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കാലങ്ങളായി പ്രവർത്തനരഹിതമായി നശിച്ചു കിടക്കുകയാണ് നിരീക്ഷണ ക്യാമറകൾ. ലഹരി മാഫിയക്കെതിരെ തൂഫാൻ പദ്ധതി ശക്തമായി മുന്നേറുന്ന സമയത്തുമാണ് ഇത്തരം ദുരവസ്ഥ. മന്ത്രിയായ ശേഷം ആദ്യമായി ജന്മനാടായ കണ്ണൂർ ജില്ലയിലെ ഉദയഗിരിയിലെത്തിയ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണിന് ഉദയഗിരി ഗ്രാമപഞ്ചായത്തും പ്രത്യേക UP സ്കൂളും സംയുക്തമായി സ്വീകരണം നൽകി. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.